ഇനി ഒരു വളരെ നാടകീയമായൊരു ട്വിസ്റ്റിൻ്റെ വാർത്തയാണ്. പുനലൂർ ആളുകേറാ മലയിൽ ഒരു കൊലപാതകമുണ്ടായി. അന്ന് പോലീസ് ചില വ്യക്തികളെയൊക്കെ സംശയിച്ചിരുന്നു. ആ കേസിൽ ഇപ്പോൾ വിചിത്രമായൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. പോലീസ് ഇത്ര നാളും പ്രതി എന്ന് സംശയിച്ച ആളാണ് കൊല്ലപ്പെട്ടതെന്ന് വൈദ്യപരിശോധനാ റിപ്പോർട്ട്. പരിശോധനയിൽ നൂറനാട് സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിഞ്ഞു. മാസങ്ങൾക്കിപ്പുറവും ഈ കൊലപാതകം ചെയ്തത് ആരാണെന്നറിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിക്കുന്ന ട്വിസ്റ്റാണ് പുനലൂർ ആളുകേറാ മലയിലെ കൊലപാതകത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗത്തെല്ലാം ഒരു ദുരൂഹത നിലനിന്നിരുന്നു. അന്വേഷണം എങ്ങുമെത്താതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന സ്ഥിതിയുമുണ്ടായി. ഇതെല്ലാം വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ ഈ ആളുകേറാ മലയെന്ന് പറയുന്ന ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു മൃതദേഹം കണ്ടെടുക്കുന്നത്. ആ മൃതദേഹം 10 ദിവസം അഴുകിയ നിലയിലായിരുന്നു, ഒപ്പം ചങ്ങലയിൽ ബന്ധിച്ച നിലയിലുമായിരുന്നു. ഇതിൽ അന്വേഷണം മുന്നോട്ട് പോയപ്പോഴൊന്നും ആര് കൊല്ലപ്പെട്ടു, ആര് കൊലപ്പെടുത്തി എന്ന ചോദ്യങ്ങൾക്കൊന്നും പോലീസിന് ഉത്തരം ലഭിച്ചിരുന്നില്ല. പിന്നീട് പെട്രോൾ പമ്പുമായി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒരു പ്രതിയിലേക്ക് പോലീസിന് അന്വേഷണം എത്തുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ നൂറനാട് സ്വദേശിയായ അനിക്കുട്ടൻ അഥവാ അനിൽകുമാർ എന്നയാളുടെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കുന്നത്. ഇയാളാണ് പെട്രോൾ വാങ്ങിയ ശേഷം കൊലപാതകം നടത്തിയ നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുമുണ്ട്. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ഈ പറയുന്ന അനിൽകുമാറിനെ അഥവാ അനിക്കുട്ടനെ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ കേസിൽ നിർണായകമായൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു. അത് ഇങ്ങനെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഇരുട്ടിലാക്കുന്ന തരത്തിലേക്കാണ് ആ കണ്ടെത്തൽ അഥവാ നിഗമനം വരുന്നത്. DNA പരിശോധന ഫലം പുറത്തു വരുമ്പോൾ പ്രതിയെന്ന് പോലീസ് സംശയിച്ചിരുന്ന ഈ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ആ 10 ദിവസം പഴക്കമുണ്ടായ മൃതദേഹം അത് നൂറനാട് സ്വദേശി അനിൽകുമാറിൻ്റെതാണ്. പോലീസ് സംശയിക്കുന്നത് പോലെ അത് കൊലപാതകിയല്ല, കൊല്ലപ്പെട്ടയാൾ ആണ് എന്നുള്ള കണ്ടെത്തൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യാ ശ്രമമാണോ എന്നുള്ള സംശയമൊക്കെ പോലീസ് പറയുന്നുണ്ട്. ആത്മഹത്യയാണോ എന്നുള്ള സംശയം പോലീസ് പറയുന്നുണ്ട്. പക്ഷേ വാരിയലിൽ കുത്തേറ്റത് കൊണ്ടാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വാരിയലിന് കുത്തേൽക്കുന്നു, ഒപ്പം മൃതദേഹം കത്തിക്കാൻ ശ്രമിക്കുന്നു, ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്നു. ഇതെല്ലാം സ്വയം ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇത് ആത്മഹത്യയാണോ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് പോലീസ് എന്തായാലും മുന്നോട്ട് ഇനി എങ്ങനെ അന്വേഷണം കൊണ്ടുപോകും എന്നത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. എന്തായാലും ഇത് വല്ലാത്തൊരു ട്വിസ്റ്റാണ്. പ്രതി എന്ന് കരുതിയ ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു വിവരമാണ് പുനലൂരിൽ നിന്ന് പുറത്തു വരുന്നത്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.